കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടത് സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ നെടുങ്കണ്ടത്തെ രാപ്പകൽ സമരം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടത്തും. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. CHR ഭൂമി വനഭൂമിയാക്കുവാനുള്ള നീക്കത്തിനെതിരെ കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 9, 10 തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നെടുങ്കണ്ടത്തെ രാപ്പകൽ സമരം നടത്തുമെന്ന് ജില്ലാ നേതാക്കൾ അറിയിച്ചു. 2022 വൺ എർത്ത് വൺ ലൈഫ് സംഘടന CHR വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി കോടതിയിൽ വ്യക്തമായ റിപ്പോർട്ട് നൽകാത്തതും കേരളത്തിലെ അഭിഭാഷകർ മൗനം പാലിച്ചതും മൂലമാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതുമൂലം ജില്ലയിലെ 4 താലൂക്കുകളിലെ പട്ടയ വിതരണം തടസ്സപ്പെട്ടു. മാത്രവുമല്ല, വാണിജ്യ ആവശ്യങ്ങൾക്കുൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണവും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇടതുപക്ഷ സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളുടെ പ്രതിഫലനമാണ് കോടതി വിധിക്ക് അടിസ്ഥാനമായത്. മേഖലയിൽ കർഷകരെ കുടിയിറക്കുവാനുള്ള സർക്കാർ നീക്കം കാലങ്ങളായി ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മാണ നിരോധന ഉത്തരവ്, കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തത്, വന്യജീവി ആക്രമണം തടയാത്തത്, ESI പ്രശ്നം, അടിക്കടി സർക്കാർ തന്നെ ഉണ്ടാക്കുന്ന ഭൂപ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇതിന് തെളിവാണ്. ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാപ്പകൽ സമരം നടത്തുന്നത്. 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ ആരംഭിക്കുന്ന രാപ്പകൽ സമരം മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. 10-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം AICC അംഗം EM അഗസ്തി ഉദ്ഘാടനം ചെയ്യും. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ മുഖ്യ പ്രഭാഷണം നടത്തും. നേതാക്കളായ MN ഗോപി, അഡ്വക്കേറ്റ് S അശോകൻ, തോമസ് രാജൻ, AK മാണി, റോയി K പൗലോസ്, ജോയി തോമസ്, ഇബ്രാഹിം കുട്ടി കല്ലാർ, AD സാബുസ് തുടങ്ങിയവർ പ്രസംഗിക്കും. ഈ സമരം എന്ന് പറഞ്ഞാൽ, ഈ രാപ്പകൽ സമരം എന്ന് പറഞ്ഞാൽ അതൊരു തുടക്കം മാത്രമാണ്. ഇതിനോടനുബന്ധിച്ച് അടുത്ത മാസം ജനുവരിയോടുകൂടി, അടുത്ത 2020 ജനുവരിയോടുകൂടി ഈ CHR മേഖല ഉൾപ്പെടുന്ന താലൂക്കുകളിൽ പീരുമേടും, ദേവികുളവും, ഉടുമ്പൻചോലയും, ഇടുക്കി ഉൾപ്പെടുന്ന 4 താലൂക്കുകളിൽ കേന്ദ്രീകരിച്ച് കർഷക ജില്ലാ കമ്മിറ്റി വ്യാപകമായ പ്രചരണത്തിന്റെ ഭാഗമായി ജനരോഷം ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി വാഹന പ്രചരണ ജാഥ ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. പദയാത്ര ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ കർഷക ജില്ലാ കമ്മിറ്റി നടത്തും. നമുക്കറിയാം, ഇവിടെ 10-60 വർഷമായി ഉടുമ്പൻചോലയിലെയും ഈ ഇടുക്കിയിലെയും ഏലകർഷകർ അവർ വളരെ കഷ്ടപ്പെട്ട് തൻ്റെ പുരയിടത്തിൽ തനിക്ക് നൽകിയ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി കിട്ടിയ പട്ടയഭൂമിയിൽ ഏലം കൃഷി ചെയ്ത് ഉപജീവനം കഴിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി, പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയപ്പിച്ച് മക്കളെ ഉപരിപഠനത്തിനായി മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്ത ആ കർഷകരെ നിർദാക്ഷിണ്യം, യാതൊരു ദയവുമില്ലാതെ, യാതൊരു സഹതാപവുമില്ലാതെ ഈ സർക്കാർ അതിന് മുൻകൈ എടുക്കുകയാണ്. അവർ ഇറക്കി വിടുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ നാട്ടിലെ കർഷകർ, എല്ലാ വിഭാഗം ജനങ്ങളും, കർഷകർ ഉൾപ്പെടെയുള്ള, നമുക്കറിയാം ഇവിടുത്തെ സാമ്പത്തിക അടിത്തറ എന്ന് പറഞ്ഞാൽ, ഈ ഉടുമ്പൻചോലയിലെയും ഈ CHRലെയും സാമ്പത്തിക അടിത്തറ എന്ന് പറഞ്ഞാൽ, അതായത് ബിസിനസ് സ്ഥാപനങ്ങൾ പോലും പിടിച്ചു നിൽക്കുന്നത് ഈ ഏലം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ വേനൽക്കാലത്ത് വരൾച്ചയെ തുടർന്ന് 60% ഏലം കൃഷി നശിച്ചു പോയിട്ടുണ്ട്. ആ നശിച്ചു പോയ കർഷകർക്ക് ഈ സംസ്ഥാന സർക്കാർ, ഈ പിണറായി സർക്കാർ ഒരു ആനുകൂല്യം ഇതുവരെ കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതുപോലൊരു സർക്കാർ ഇതുപോലെ ദൂർത്തടിക്കുന്ന, ഇതുപോലെ അഴിമതി കാണിക്കുന്ന, ഇതുപോലെ വകതിരിവില്ലാതെ രാഷ്ട്രീയ എതിരാളികളെ പോലും കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒരു CPMന്റെ ഒരു MLA ഉള്ള നാട്ടിലാണ് ഞങ്ങൾ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഉടുമ്പൻചോലയുടെ MLA മുൻ മന്ത്രിയായിരുന്നു. വായത്തൊന്ന് എന്നും വിളിച്ചു പറയും, ആർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കും, എന്തും പറയുന്ന ആ MM മണി ഈ കർഷകർക്ക് വേണ്ടി ഒരു ശബ്ദം, ഒരു വാക്ക് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇടുക്കിയിൽ ഒരു മന്ത്രിയുണ്ട്, റോഷി അഗസ്റ്റിൻ, വാ മൂടിക്കെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി. ഇതൊരു കുടിയേറ്റ പ്രദേശമാണ്. ഇടുക്കിയിൽ എന്ന് പറഞ്ഞാൽ കുടിയേറ്റ കർഷകരുടെ ഗ്രാമമാണ്. കുടിയേറ്റ കർഷകരെ തെങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ടത് കർഷക കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടന നിലയിൽ കർഷക കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ഭംഗിയായി ഫലപ്രദമായി നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന്, ഇതിന്റെ ഫലം കണ്ടിട്ട് തന്നെ ഇങ്ങനെയുള്ള സമരത്തിൽ നിന്ന് കർഷകർ പിന്മാറുള്ളൂ എന്ന് വളരെ ഉറച്ച നിലപാടുകൾ ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. രാപ്പകൽ സമരത്തിന് പിന്നാലെ ജില്ലാതല വാഹനജാഥ, നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധ യോഗങ്ങൾ, മണ്ഡലം തലത്തിൽ പദയാത്രകൾ തുടങ്ങിയ സമരപരിപാടികളും നടത്തുമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോസ് മുത്തനാട്ട്, ശശിധരൻ നായർ, KA എബ്രഹാം, ജില്ലാ സെക്രട്ടറി ജോസ് ആനക്കല്ലിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കുന്നുവിളിയിൽ തുടങ്ങിയവർ പറഞ്ഞു. നമുക്കറിയാം, ഇവിടെ നിരവധിയായ ഭൂവിഷയങ്ങളുണ്ട്. 2016 മുതൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ പരിണിത ഫലമായിട്ടാണ്
നമ്മൾക്ക് ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഈ വിധി ഉണ്ടായിട്ടുള്ളത്. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലാ കർഷക കോൺഗ്രസ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റിയും എല്ലാ മണ്ഡലം കമ്മിറ്റിയുടെയും അതിശക്തമായ സമര പരിപാടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മറ്റ് പോഷക സംഘടനയോട് ചേർന്ന് നിന്നുകൊണ്ട് കർഷക കോൺഗ്രസ് നടത്തുന്നു എന്നുള്ള കാര്യം ഇവിടെ ആമുഖമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം. വർണ്ണവിസ്മയങ്ങളുടെ ജനകീയ പുരസ്കാര രാവ് AM ന്യൂസ് അവാർഡ് 2K24. ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ വിശിഷ്ട അതിഥിയായി എത്തുന്ന പ്രൗഢഗംഭീരമായ വേദി നെടുങ്കണ്ടത്തൊരുങ്ങുന്നു. AM ന്യൂസ് നെറ്റ്വർക്ക് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും അവാർഡ് നൈറ്റ് ഡിസംബർ 14-15 തീയതികളിൽ. യുവതാരനിരയിലെ ശ്രദ്ധേയനായ നായകൻ അഷ്കർ സൗദാൻ, മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടാതെ രാഷ്ട്രീയ സാമൂഹിക മാധ്യമ കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രശസ്ത കലാകാരൻ മധു പുനപ്ര നയിക്കുന്ന മെഗാ ഷോ. കോമഡി സ്കിറ്റുമായി വനജ ടീച്ചറും പൊടിയൻ കൊച്ചേട്ടനും, സ്പെഷ്യൽ പെർഫോമൻസുമായി രഞ്ജു ചാലക്കുടിയും അയ്യപ്പ ബൈജുവും, പിന്നണി ഗായകരായ വിപിൻ സേവ്യർ, പ്രദീപ് പള്ളുരുത്തി എന്നിവരും വേദിയിൽ. ഈ ആഘോഷ രാവിലേക്ക് നെടുങ്കണ്ടത്തിന്റെ മണ്ണിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഹലോ, നീ എവിടെയാ? വൈകിട്ട് കുഞ്ഞിനെ കാണാൻ പോകേണ്ടതല്ലേ? ഗിഫ്റ്റ് മേടിച്ചോ? മോനെ, ഈ വെള്ളം ഒന്ന് കുടിച്ചേ. വെള്ളം കുടിക്കും മോനെ. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Code Junction, Nedumkandam.